വൈറ്റ് ഹൗസിന് സമീപത്തുണ്ടായ വെടിവയ്പ് ഭീകരാക്രമണമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അക്രമിയെ മൃഗം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ട്രംപ് പ്രതികരിച്ചത്. നമ്മുടെ സൈനികരെ വധിച്ച ആ മൃഗം വലിയ വില നൽകേണ്ടി വരുമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. അക്രമി അഫ്ഗാൻ സ്വദേശിയാണെന്ന് ട്രംപ് വെളിപ്പെടുത്തി. രാജ്യത്തിനും മനുഷ്യരാശിക്കും എതിരെയുള്ള കുറ്റകൃത്യമാണിത്. 500 നാഷണൽ ഗാർഡുകളെ സംഭവസ്ഥലത്ത് അധികമായി വിന്യസിച്ചിട്ടുണ്ട്. ഞെട്ടിക്കുന്ന വാർത്തയിലായിരുന്നു US-ൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. വെടിവയ്പ് നടക്കുമ്പോൾ ട്രംപ് ഫ്ലോറിഡയിലെ അദ്ദേഹത്തിൻ്റെ വൈറ്റ് പാം ബീച്ച് ഗോൾഫ് ക്ലബ്ബിലായിരുന്നു. അപ്രതീക്ഷിത വെടിവയ്പിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസും മുൻ പ്രസിഡന്റ് ബാരക് ഒബാമയും ദുഃഖം രേഖപ്പെടുത്തി. US പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിന് സമീപം വെടിയേറ്റ നാഷണൽ ഗാർഡ് അംഗം സാറ ബക്ക്സ്ട്രോം 20 ചികിത്സയിലിരിക്കെ മരിച്ചു. മറ്റൊരു നാഷണൽ ഗാർഡ് അംഗമായ ആൻഡ്രൂ ഉൾഫ് 24 ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സൈനികർക്ക് നേരെ വെടിവെച്ച റഹ്മാനുള്ള ലഹൻവാൾ 29 അഫ്ഗാൻ യുദ്ധകാലത്ത് US സൈന്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണെന്ന് US ഇൻ്റലിജൻസ് ഏജൻസിയായ CIA സ്ഥിരീകരിച്ചു. റഹ്മാനുള്ളയുടെ US സൈനിക ബന്ധം CIA ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫാണ് സ്ഥിരീകരിച്ചത്. റഹ്മാനുള്ള US സൈന്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണെന്ന് FBI ഡയറക്ടർ കാഷ് പട്ടേലും സ്ഥിരീകരിച്ചു. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരായ പോരാട്ടത്തിൽ US സൈന്യത്തെ സഹായിച്ച സ്വദേശികൾക്ക് ബൈഡൻ ഭരണകൂടം നന്ദി സൂചകമായി കുടിയേറ്റ അവസരം നൽകിയിരുന്നു. ഈ പദ്ധതിയിലൂടെ 2021 റഹ്മാനുള്ള ലഹൻവാൾ US-ലെത്തിയത്. താലിബാന്റെ ശക്തി കേന്ദ്രമായ തെക്കൻ കണ്ഡഹാർ പ്രവിശ്യയിലെ CIA-യുടെ പിന്തുണയുള്ള ഒരു യൂണിറ്റ് ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാനിലെ നിരവധി US സർക്കാർ ഏജൻസികൾക്കായാണ് റഹ്മാനുള്ള പ്രവർത്തിച്ചത്. കണ്ഡഹാറിലെ ഒരു പങ്കാളിത്ത സേനയിലെ അംഗമെന്ന നിലയിലായിരുന്നു റഹ്മാനുള്ളയ്ക്ക് ഏജൻസിയുമായുള്ള ബന്ധം. സംഘർഷഭരിതമായ ഒഴിപ്പിക്കലിന് തൊട്ടു പിന്നാലെ ഇത് അവസാനിക്കുകയും ചെയ്തു, ജോൺ റാറ്റ്ക്ലിഫ് പറഞ്ഞു. വെടിവയ്പ്പിന് പിന്നാലെ മറ്റ് സൈനികർ കീഴടക്കിയ റഹ്മാനുള്ള പരിക്കുകളോടെ കസ്റ്റഡിയിലാണ്. ആക്രമണത്തെപ്പറ്റി ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ FBI അന്വേഷണം ആരംഭിച്ചു.